ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഏപ്രിൽ 1 രാവിലെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ദൈവാലയത്തിലെ ഉപകരണങ്ങളൊക്കെയും ഖദിരമരം കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഏതാണ്ട് മിക്കവാറും എല്ലാ ഉപകരണങ്ങളും എന്ന് പറയാം അത് ഖദിരമരം കൊണ്ടാണ്. ഖദിരമരം എന്ന് പറയുന്നത് മരുഭൂമിയിൽ വളരുന്ന ഒരു മരമാണ്. നമ്മുടെ നാട്ടിലെ വളരെ ഉയരത്തിലും വണ്ണത്തിലും വളരുന്ന തടികളെ പോലെയുള്ള ഒരു തടിയല്ല. ഭയങ്കരമായിരിക്കുന്ന മരുഭൂമിയിലെ കാറ്റ് ഏറ്റ് നിൽക്കുന്നതായിരിക്കുന്ന മരമാണ്. അതധികം ഉയരത്തിലൊന്നും വളരുകയില്ല. അതിന് തടിക്ക് വലിയ വണ്ണവും കാണുകയില്ല. പക്ഷേ ഉള്ള തടി വളരെ ബലമുള്ളതായിരിക്കുന്ന തടിയാണ്. അതിനുള്ളതായിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് മുഴുവൻ ആരാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടുള്ളത്. മിനുക്കിയാൽ മിനുസം വരികയില്ല. ബലവും ശക്തിയും ഉണ്ടെങ്കിലും മിനുസം വളരെ കുറവുള്ളതായിരിക്കുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ഒരു മരം കൊണ്ടാണ് സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളിൽ ഏറിയ പങ്ക് ഉണ്ടാക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചത്. മരുഭൂമിയിൽ അത് സുലഭമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ വെട്ടിയെടുത്ത് അത് അവരുടെ കയ്യിലുള്ളതായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് പരുവപ്പെടുത്തി അവർ ആ ഉപകരണങ്ങൾ പണിയുകയാണ് ചെയ്തത്. അത് വളരെ ബലവും ശക്തിയുള്ളതായിരിക്കുന്ന ഉപകരണങ്ങളാണ്. ഒരുപക്ഷെ ഈ ഉപകരണങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന സാധനങ്ങളാണല്ലോ. ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കും ദൈവമക്കളുടെ ഒരു ചിത്രമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. വളരെ ശക്തിയുള്ളവരായ ആളുകൾ, എന്നാൽ പലരും വളരെ പരിപരുത്തിയ ആളുകളാണ്, മിനുസമുള്ള ആളുകളല്ല എന്ന് പറയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവാലയത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങളുടെ സ്വതസിദ്ധമായിരിക്കുന്ന ആ ബലവും പരിപരുത്ത സ്വഭാവവും മറയ്ക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അത് അങ്ങനെ കണ്ടാൽ ഒരു ഭംഗിയില്ല. നമ്മുടെ നാട്ടിലെ തേക്കൊക്കെയാണ് അതുകൊണ്ട് നല്ല ഉപകരണങ്ങൾ ഉണ്ടാക്കിയാൽ, നല്ല പണിക്കാർ പണിതാൽ എത്ര മനോഹരമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ വേറെ ചില മരങ്ങളുണ്ട്, ആ മരങ്ങൾ കൊണ്ട് പണിതാൽ യാതൊരു മിനുസവുമില്ല. കാരണം അത് മുഴുവൻ ആരാണ്. പണിയുന്തോറും ആരിളകി വരും. അതുപോലെയുള്ളൊരു മരമാണ് ഈ ഖദിരമരം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം ഒരു ക്രമീകരണം ചെയ്തു. ഈ ഖദിരമരങ്ങൾ കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളും തന്നെ സ്വർണം കൊണ്ട് പൊതിയണം. സ്വർണ്ണമെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, എത്ര മിനുസമുള്ളതായിരിക്കും, എത്ര മനോഹരമായിരിക്കുന്ന ശോഭയുള്ളൊരു ലോഹമാണ്. അപ്പോൾ മരം കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന ഉപകരണങ്ങളെ സ്വർണം കൊണ്ട് പൊതിയണം. അതെന്തിനാണ് അങ്ങനെ പൊതിയുന്നതെന്ന് ചോദിച്ചാൽ, തങ്കം കൊണ്ടത് പൊതിയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് ഭംഗിക്ക് വേണ്ടിയാണ്, ബലത്തിന് വേണ്ടിയാണ് ഖദിരമരം. പക്ഷേ ഭംഗിക്ക് വേണ്ടിയാണ് സ്വർണം കൊണ്ട് പൊതിയുന്നത്. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചത് പറയാനായിട്ട് കഴിയും. നമ്മളൊക്കെ എത്ര പരിപരുത്ത സ്വഭാവമുള്ളവരാണ്, വെറും ഖദിരമരങ്ങളാണ് നമ്മൾ. എന്നാൽ ദൈവം തൻ്റെ കൃപയിൽ നമ്മളെ സ്വർണം കൊണ്ട് പൊതിഞ്ഞു കഴിയുമ്പോൾ നാം എത്ര മനോഹരമുള്ളവരും എത്ര ഭംഗിയുള്ളവരും അതുപോലെ തന്നെ എത്ര വിലയേറിയവരുമായ ആളുകളാണ്. ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തിരുന്ന കാഴ്ചയപ്പത്തിൻ്റെ മേശയുടെ വിലയെന്ന് പറയുന്നത് അതുണ്ടാക്കിയ ഖദിരമരത്തിൻ്റെ വിലയല്ല, അതിനെ പൊതിഞ്ഞതായിരിക്കുന്ന സ്വർണത്തിൻ്റെ വിലയാണ്. അങ്ങനെ വില കണക്കാക്കിയാൽ അതിൻ്റെ വിലയെന്ന് പറയുന്നത് ദൈവാലയത്തിൽ ഇരിക്കുന്ന ഒരു ഉപകരണമാണെന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന വില. അല്ല, ഇനിയും അതുണ്ടാക്കിയ വസ്തുക്കളുടെ വില പറഞ്ഞാൽ ഖദിരമരത്തിന് വലിയ വിലയില്ല, പക്ഷേ സ്വർണത്തിന് വളരെ വിലയുണ്ട്. ദൈവ ശുശ്രൂഷ ഉപയോഗിക്കപ്പെടുന്നവർ കേവലം ഖദിരമരങ്ങളാണെന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ വെറും ഖദിരമരമാണ്, പരിപരുത്ത, ഒരു വിധത്തിൽ പറഞ്ഞാൽ വിറകിന് മാത്രം കൊള്ളാവുന്നതായിരിക്കുന്ന മരമാണ് ഞാൻ. എന്നാൽ ദൈവം എന്ത് ചെയ്തു? തൻ്റെ കൃപയാൽ എന്നെ, തൻ്റെ ദൈവകൃപയായ പൊന്നുകൊണ്ട് എന്നെ പൊതിഞ്ഞപ്പോൾ ഞാൻ ദൈവിക ശുശ്രൂഷകൾക്ക് പ്രയോജനമുള്ളവനായി തീർന്നു. ആളുകൾ നമ്മളെ ദർശിക്കുന്നത്, ഈ ദൈവാലയത്തിൽ ചെന്ന ആളുകൾ നോക്കുമ്പോൾ ഖദിരമരം എങ്ങും കാണാനില്ല, കാണുന്ന സ്വർണ്ണമാണ്. ഖദിരമരം എല്ലാം അതിൻ്റെ അകത്തുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പുതിയപ്പെട്ട സ്വർണ്ണമാണ് അവർ കാണുന്നത്. അതുപോലെയാണ് ബലഹീനരായിരിക്കുന്ന മനുഷ്യർ ദൈവജനത്തിൻ്റെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ജനം ദർശിക്കുന്നത് ശുശ്രൂഷകന്മാരുടെ ബലഹീനതയായിരിക്കരുത്, മറിച്ച് ദൈവകൃപയാൽ പുതിയപ്പെട്ട ജീവിതങ്ങളെ ആയിരിക്കണം. സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത് പലയിടത്തും ഈ സ്വർണ്ണപ്പാളിയൊക്കെ ഇളകിപ്പോയിട്ട് ആ മരം തന്നെയാണ് കാണുന്നത്. അതിൻ്റേതായിരിക്കുന്ന ദോഷങ്ങളാണ് ഇന്ന് നമ്മുടെ സഭകളിലും നമ്മുടെ ശുശ്രൂഷകളിലും നാം കാണുന്നത്. വെറും ഖദിരമരം കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന മേശയെപ്പോലെ പരിപരുത്ത സ്വഭാവമുള്ളവരായിട്ട് കോപവും ക്രോധവും ഈർഷ്യയും പകയും പിണക്കവും ദൂഷണവും ദുർഭാഷണവും എന്ന് വേണ്ട ക്ഷമിക്കാത്ത സ്വഭാവവും എന്തെല്ലാം സ്വഭാവങ്ങളാണ് ഖദിരമരത്തിൻ്റെ എല്ലാവിധമായ സ്വഭാവങ്ങളും. പക്ഷേ അത് സ്വർണം കൊണ്ട് പൊതിഞ്ഞു കഴിയുമ്പോൾ എത്ര മിനുസമാണ്, എത്ര ഭംഗിയാണ്, അതിനെത്ര വിലയേറിയതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരുമ്പോൾ ആ സന്തോഷവും സമാധാനവും സ്നേഹവും
അല്ലേ? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തിങ്ങി വരുമ്പോൾ നാം എത്ര വിലയേറിയവരാണ്. മറ്റുള്ളവർ നമ്മളെ കണ്ടിട്ട് പറയും, എത്ര നല്ലൊരു സഹോദരനാണ്, എത്ര നല്ലൊരു സഹോദരിയാണ്, അവരുടെ സ്വഭാവത്തിനൊക്കെ എന്ത് വ്യത്യാസമാണ് രക്ഷിക്കപ്പെട്ട ശേഷം വന്നത്. മുമ്പ് വെറും ഖദിരമരമായിരുന്നു, എവിടെ കൊണ്ടാലും നമുക്ക് വേദനിക്കുന്നതായിരിക്കുന്ന പരുവത്തിൽ പരിവരുത്തതായിരിക്കുന്ന ഖദിരമരം. ഇപ്പം നോക്കുക, ആൾ എന്തൊരു സൗമ്യനാണ്, എന്തൊരു സ്നേഹമുള്ളവനാണ്, എന്ത് ആർദ്രതയുള്ളവനാണ്, എന്ത് മനസ്സിലുള്ളവനാണ്, എന്ത് കൃപയോടുകൂടിയാണ് സംസാരിക്കുന്നത്, ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകളാണ് പറയുന്നത്. അതാ സ്വർണം പൂശിയതിൻ്റെ മെച്ചമാണ്. നമ്മുടെ ജീവിതങ്ങളിലും അങ്ങനെ തന്നെ വേണം. ഖദിരമരം പോലെ വ്യക്തിത്വ ജീവിതത്തിലെ മൂല്യങ്ങളില്ലാത്തവരാണെങ്കിലും ദൈവകൃപയുടെ സ്വർണ്ണത്താൽ ആവരണം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ നാം ദൈവസന്നിധി വിലയേറിയവരായിത്തീരുന്നു. ദൈവസന്നിധി മാത്രമല്ല, മനുഷ്യരുടെ മുൻപിൽ നാം വിലയേറിയവരായിത്തീരുന്നു. നമ്മെ പരിചയപ്പെടുന്ന ആളുകൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അവർ പറയും. മോശ എന്ന മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ ലോകത്തുള്ള സകല മനുഷ്യരും സൗമ്യനായിരുന്നത്. പക്ഷേ നമുക്കറിയാം, മോശ മിസ്രൈമ്യ കൊട്ടാരത്തിൽ നിന്നും പാടത്തേക്ക് വന്നപ്പോൾ തൻ്റെ സഹോദരന് ഒരുത്തൻ മിസ്രൈമിനെ അടിക്കുന്നത് കണ്ടപ്പോൾ ഒറ്റ അടിക്ക് അവനെ അടിച്ച് കൊന്നു കുഴിച്ചിട്ടതായിരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യനാണ് തന്നെ കല്ലെറിയാനായിട്ട് ഇസ്രായേൽ മക്കൾ എത്ര പ്രാവശ്യം കല്ലെടുത്തു. അവരുടെ മുൻപിൽ സൗമ്യതയോട് നിന്ന് ദൈവത്തോട് കരയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് സ്വഭാവത്തിൽ വരുന്നതായിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ആ വ്യത്യാസമാണ് വരുന്നത്. അപ്പോസ്തലനായ പൗലോസിനെ നോക്കിക്കേ, പൗലോസ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സൗമ്യനായ മനുഷ്യനായി തീർന്നു. സ്തേഫാനസിനെ കല്ലെറിയുമ്പോൾ അവിടെ നിൽക്കുമ്പം പൗലോസിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ എന്തൊരു ക്രൂരതയായിരുന്നിരിക്കും അന്നേരം ഉണ്ടായിരുന്നത്. എന്നാൽ പൗലോസിനെ പിൽക്കാലത്ത് തന്നെ ആളുകൾ കല്ലെറിയുകയും തല്ലുകയും അടിക്കുകയും ന്യായാസനങ്ങളുടെ മുൻപിൽ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തപ്പോൾ പൗലോസിൻ്റെ മുഖത്ത് നോക്കിയാൽ ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ തിളങ്ങുന്ന മുഖമായിട്ടത് മാറി. എന്താണ് കാരണം? സ്വർണം പൂശി എന്നുള്ളതാണ്. സ്വർണം പൂശുകയല്ല, ദൈവം സ്വർണ്ണ തകിടടിച്ച് പരത്തിയ തകിട് വെച്ച് പൊതിയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ദൈവം തന്നിട്ടുള്ളതായിരിക്കുന്ന രാജകീയ പൗരോഹിത്യവും അത് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്നതും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നതുമൊക്കെ ഈ ഖദിരമരത്തെ അതിൻ്റെ ആ പരിവരുത്ത സ്വഭാവം മാറ്റി സ്വർണം തകിടുകളാൽ അതിനെ പരത്തി അടിച്ച് അത് വിലയേറിയതാക്കി തീർക്കുന്ന പ്രക്രിയയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്വഭാവത്തിൽ എന്താണ്? ഇപ്പോഴും നിങ്ങൾ ഖദിരമരമാണോ? ഖദിരമരമാണോ? ഞാൻ പറയാം, ഖദിരമരം വളരെ വേഗം കത്തും. അത് ഭയങ്കര ചൂടോടുകൂടി കത്തുന്ന ഒന്നാണ്. എന്നാൽ സ്വർണം പൂശി കഴിഞ്ഞിട്ട് ഇനിയും അത് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്താലും അത് കത്തുകയില്ല. കാരണം എന്താ? സ്വർണം അങ്ങനെ കത്തിപ്പോകുന്നതല്ല. ശുദ്ധമായ സ്വർണം, അതിൽ മായമില്ല. തങ്കം കൊണ്ടാണ് അതൊക്കെ പൊതിഞ്ഞത്. നമ്മുടെ ജീവിതവും അതുപോലെയാണ്. എത്ര ഉപദ്രവങ്ങൾ സഹിച്ചാലും വാടിപ്പോകാത്ത, ആരെന്തെല്ലാം അപവാദം പറഞ്ഞാലും സ്തോത്രമെന്ന് മാത്രം പറയുന്ന വിധത്തിലുള്ളതായിരിക്കുന്ന സ്വഭാവ രൂപാന്തരമാണ് വരേണ്ടത്. അതുകൊണ്ട് ഉപകരണങ്ങളൊക്കെ ഖദിരമരം കൊണ്ടുണ്ടാക്കട്ടെ, പക്ഷേ അത് സ്വർണം പൊതിയുമ്പോൾ അത് സ്വർണ്ണമേശയും അത് സ്വർണ്ണപീഠവും ഒക്കെ ആയിത്തീരും. ദൈവം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യത്യാസങ്ങൾ വരുത്തി. പാപത്തിൻ്റെ അധീനതയിൽ കിടന്ന നാം, സാത്താൻ്റെ അധീനതയിൽ കിടന്ന നാം ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട് ദൈവം നമ്മെ രാജകീയ പുരോഹിതവർഗമാക്കി രൂപാന്തരപ്പെടുത്തുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരുമ്പോൾ, സ്വർണ്ണത്താൽ പൊതിയപ്പെട്ടതായിരിക്കുന്ന ദൈവാലയത്തിലെ സമാഗമന കൂടാരത്തിലെ ഒരു ഖദിരമരം കൊണ്ടുണ്ടാക്കിയ ഉപകരണം പോലെ വളരെ വിലയേറിയവരായിത്തീരും. അങ്ങനെ ആയിത്തീരുവാനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.